ശബരിമല തീർത്ഥാടകന്റെ മാല കവർന്നുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കർണാടക സ്വദേശിയായ പരശുറാം ലേർലോക്കറിന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് കാറിൽ ഉറങ്ങിക്കിടന്ന ഇയാളുടെ മാല മോഷണം പോയത്. സിജോ വിജോൺ ചേരുന്നുണ്ട്. സിജോ, ഇത് എപ്പോഴായിരുന്നു സംഭവം? ആളെ പിടികിട്ടിയിട്ടുണ്ടോ? എങ്ങനെ അന്വേഷിക്കുന്നു? 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ കാറിൽ ഉറങ്ങിക്കിടന്ന ശബരിമല തീർത്ഥാടകന്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം ഇയാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്പോട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇയാളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമല ദർശനം പൂർത്തിയാക്കിയാണ് 4 പേരടങ്ങുന്ന സംഘം കാറിൽ ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. പുലർച്ചെ 4:15 കൂടിയാണ് ആ സംഘം അവിടെ രാത്രിയിലെത്തി. അതിനുശേഷം അവിടെ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ മോഷണ സ്ഥലത്തെത്തുന്നത്. ഏറെ നേരം അവിടെ നോക്കുന്നൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പരിസര പ്രദേശങ്ങളിലൊന്നും ആരുമില്ല എന്ന് മനസ്സിലാക്കിയാണ് ആ ഉറങ്ങിക്കിടന്ന പരശുരാം ലേർലോക്കറിന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുന്നത്. 3 മാലകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അതിൽ ഒരു മാലയാണ് ഇയാളുടെ കൈവശം കിട്ടുന്നത്. ആ മാല പൊട്ടിച്ചുകൊണ്ട് ഇയാൾ ഓടിപ്പോവുകയും ചെയ്തു. പിന്നാലെ ഈ കാറിലുണ്ടായിരുന്ന ആ സംഘം ഇയാളെ പിന്തുടർന്ന് ഓടുകയും ചെയ്തു. ആ പോകുന്ന വഴി ഇയാളാണ് മാലയുടെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗം ഇയാൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇയാൾ അതുകൊണ്ട് ഓടി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ആളെ തിരിച്ചറിഞ്ഞ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇയാളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അന്വേഷണം തുടരുന്നുവെന്നാണ് സംഘം അറിയിക്കുന്നത്. ശബരിമല ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് രാവിലെ എത്തിയതായിരുന്നു ഇവർ. അപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്.